ഹലോ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു തിയറം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ തിയറം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയൊരു തിയറമാണ്. എസ്എ ക്വസ്റ്റനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു തിയറമാണ്. അപ്പോൾ ആ തിയറത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനിഷനുണ്ട്, ഓയിലേറിയൻ സർക്യൂട്ട് എന്ന് പറയുന്നൊരു ഡെഫിനിഷൻ നമ്മൾ നേരത്തെ ഡെഫിനിഷൻസ് പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം ഓൾറെഡി എന്താണ് ഓയിലേറിയൻ ഗ്രാഫ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിലേറിയൻ സർക്യൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒരു ഓയിലേറിയൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രാഫിൻ്റെ അകത്ത് ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിന് നമ്മൾക്ക് എന്ത് പേര് വിളിക്കാം? ഓയിലേറിയൻ ഗ്രാഫ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഓയിലേറിയൻ സർക്യൂട്ട്? ഒരു വെർട്ടെക്സിൽ തുടങ്ങി ആ വെർട്ടെക്സിൽ തന്നെ അവസാനിക്കണം. അപ്പോൾ എല്ലാ എഡ്ജുകളിലും, ആ ഗ്രാഫിലെ എല്ലാ എഡ്ജുകളിലൂടെയും പാസ് ചെയ്യണം. ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിനെ അല്ലെ ആ സർക്യൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ഓയിലേറിയൻ സർക്യൂട്ട്. ഈ കാര്യം ഡയഗ്രാഫിൻ്റെ അകത്ത് വരുന്നതാണ് ഓയിലേറിയൻ ഡയഗ്രാഫ്. അതായത് ഒരു ഡയഗ്രാഫിൻ്റെ അകത്ത് ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ ഓയിലേറിയൻ ഡയഗ്രാഫ് എന്ന് വിളിക്കും. അതായത് അപ്പോൾ അവിടെ ഓയിലേറിയൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെയാണ്. എന്താണ് സെയിം കാര്യം തന്നെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അവർ. ഇവിടെ യുവിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? യുവിൽ തന്നെ വന്ന് അവസാനിക്കുന്നു. യുവിൽ നിന്ന് ഇങ്ങനെ പോയി വിയിൽ കൂടെ പോയി വൈയിലെത്തി എക്സിൽ വന്ന് തിരിച്ചിങ്ങനെ കയറി ഇവിടെ തന്നെ വന്ന് അവസാനിക്കുന്നു. യുവിൽ തന്നെ വന്ന് അവസാനിക്കുന്നത് ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന ഒരു ഓയിലേറിയൻ സർക്യൂട്ട്, അങ്ങനെ ഒരു ഡയഗ്രാഫിൻ്റെ അകത്ത് ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ ഓയിലേറിയൻ ഡയഗ്രാഫ് എന്ന് വിളിക്കും. ഇപ്പോൾ തൊട്ട് മുമ്പലത്തെ തിയറത്തിനകത്ത് നമ്മൾ കണ്ടായിരുന്നു, ഒരു ഡയഗ്രാഫിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ക്ലോസ്ഡ് സ്പാനിങ് വാക്ക് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ആണെന്ന്. അപ്പോൾ ക്ലോസ്ഡ് സ്പാനിങ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറേ കൂടെ സ്ട്രോങ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഓയിലേറിയൻ ഇതുണ്ടെങ്കിൽ സ്ട്രോങ് ആണ്. ഇഫ് ആൻഡ് ലീഫ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ക്ലോസ്ഡ് സ്പാനിങ് വാക്കിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഓയിലേറിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ? ക്ലോസ്ഡ് സ്പാനിങ് ഓയിലേറിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് എന്ത് വരും? എല്ലാ എഡ്ജുകളും വരികയും ചെയ്യും. അതായത് തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിക്കുന്നുണ്ട്, എല്ലാ വെർട്ടെക്സുകളെയും കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? ഒരു ഗ്രാഫിൻ്റെ അകത്ത് ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അത് സ്ട്രോങ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറമാണ് നമുക്ക് അടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓയിലേറിയൻ ഗ്രാഫ് തന്നാൽ അത് ഓയിലേറിയൻ ഗ്രാഫ് ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വെർട്ടെക്സുകളുടെ ഡിഗ്രി എണ്ണി നോക്കിയാൽ മതി എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഓടാണോ ഓരോ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എണ്ണി നോക്കുക. അത് ഈവൻ ഡിഗ്രി ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ഓയിലേറിയൻ ഗ്രാഫ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഡയഗ്രാഫിൻ്റെ അകത്ത് എ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഡയഗ്രാഫ് ഡി ഈസ് ഓയിലേറിയൻ ഇഫ് ആൻഡ് only if out degree of v equal to in degree of v for every vertex v of d. അതായത് ഒരു ഡയഗ്രാഫ് നിങ്ങൾക്ക് തരികയാണ്. ഒരു ഡയഗ്രാഫ് നിങ്ങൾക്ക് തരികയാണ്. ആ ഡയഗ്രാഫ് ഓയിലേറിയൻ ഡയഗ്രാഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വെർട്ടെക്സുകളും എടുക്കണം. v1 v2 v3 എക്സെട്ര vn, അങ്ങനെ ഓരോ വെർട്ടെക്സുകളും എടുത്തിട്ട് ഈ ഓരോ വെർട്ടെക്സിൻ്റെയും ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാ വെർട്ടെക്സുകളുടെയും ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഔട്ട് ഡിഗ്രികളും ഇൻ ഡിഗ്രികളും ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഗ്രാഫ് എന്തായിരിക്കും? ഇതിനകത്ത് എന്തുണ്ടാവും? ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടാകുകയും തൽഫലമായിട്ട് ഈ ഗ്രാഫ് എന്താവും? ഓയിലേറിയൻ ഡയഗ്രാഫ് ആവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഒരു ഡയഗ്രാഫ് ഓയിലേറിയൻ ആകാനുള്ള ഇഫ് ആൻഡ് only if കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഔട്ട് ഡിഗ്രി ഓഫ് വി ഈക്വൽ ടു ഇൻ ഡിഗ്രി ഓഫ് വി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് എഴുതാൻ പോകുന്നത്. നിങ്ങൾ കുട്ടികളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിച്ച പ്രൂഫിൻ്റെ സെയിം പ്രൊസീജിയറാണ്. അതേപോലെയാണ് ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ മൊഡ്യൂളിൽ ആ തിയറം മര്യാദയ്ക്ക് പഠിച്ചവർക്ക് ഈ തിയറം എന്ന് പറയുന്നത് ഒരു പാടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് ആ തിയറം പഠിക്കാത്തവർ ആ തിയറം ഒന്ന് ദയവായി പോയി നോക്കിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ പ്രൂഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ആൻഡ് ലീഫ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഡി എന്ന് പറയുന്നത് ഓയിലേറിയൻ ഗ്രാഫാണ് എന്ന് വിചാരിക്കും. എന്താണ്? ഡി എന്ന് പറയുന്നത് ഓയിലേറിയൻ ഡയഗ്രാഫ് ആണെന്ന് വിചാരിക്കുകയും എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് പ്രൂവ് ചെയ്യും? അതിൻ്റെ അകത്ത് ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതിൻ്റെ ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എന്താണ് അസ്യൂം ചെയ്യുന്നത്? എ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഡയഗ്രാഫ് ഡി ഈസ് ഓയിലേറിയൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കാൻ പോവാണ്. ഫസ്റ്റ് ലെറ്റ് ഡി ബി ആൻ ഓയിലേറിയൻ ഡയഗ്രാഫ്. അങ്ങനെ ഒരു ഡി എന്ന് പറയുന്ന സാധനം ഓയിലേറിയൻ ഡയഗ്രാഫ് ആണ് എന്ന് പറഞ്ഞാൽ, ഡി എന്ന് പറയുന്ന സാധനം എന്താണ്? ഓയിലേറിയൻ ഡയഗ്രാഫ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ട് എന്നാണ്. ഓയിലേറിയൻ ഡയഗ്രാഫാണ്, അങ്ങനെയാണെങ്കിൽ ഓയിലേറിയൻ സർക്യൂട്ട് സി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഇവിടെ വരച്ചിടുകയാണ്. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഓയിലേറിയൻ സർക്യൂട്ട് സി എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു വെർട്ടെക്സ് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഇതാണ് ഒരു, ഇതിൻ്റെ അകത്ത് അതിൻ്റെ യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ട്? ഒരു ഓയിലേറിയൻ സർക്യൂട്ട് സി ഉണ്ട്. അപ്പോൾ യുവിൽ സർക്യൂട്ട് സി ഉണ്ട്. ആ സി എന്ന് പറയുന്നത് യുവിൽ തുടങ്ങി യുവിൽ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വരും? ഈ ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിലെ കംപ്ലീറ്റ് വെർട്ടെക്സുകളും ഇതിൻ്റെ അകത്ത് വരും. ഈ സർക്യൂട്ടിനകത്ത് വരും. കംപ്ലീറ്റ് വെർട്ടെക്സുകളും വരും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ആർബിറ്ററി വെർട്ടെക്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇതാണ് യു ആണ് ഇവിടുത്തെ ഇനിഷ്യൽ വെർട്ടെക്സ് എന്ന് വിചാരിച്ചോളൂ. ഈ കൊമ്പുള്ള സാധനമാണ് യു ആണ് ഇവിടുത്തെ ഇനിഷ്യൽ വെർട്ടെക്സ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ ഇനിഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും യു തന്നെയാണ്. അപ്പോൾ തുടങ്ങുന്നിടത്ത് ഇവിടെ തുടങ്ങി യു തന്നെ അവസാനിക്കുന്നു. ഞാൻ അത് വിട്ടിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഉള്ളിലുള്ളതിൽ നിന്ന് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് വി ചൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ആ ഉള്ളിലുള്ള വെർട്ടെക്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വി ചൂസ് ചെയ്യുന്നു. അപ്പോൾ ആ വി ഇവിടെ ഒരു പ്രാവശ്യം, ഇതാണ് ഞാൻ ചൂസ് ചെയ്ത വി എന്ന് വിചാരിക്കാം. അപ്പോൾ വി ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഈ വിക്കകത്ത് ഇൻ ഡിഗ്രി എത്ര, ഔട്ട് ഡിഗ്രി എത്ര? ഈ വി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് ഞാൻ ചൂസ് ചെയ്തു. ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്ത് വരുന്ന ഇതിൻ്റെ അകത്ത്, അതായത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം. ഓയിലേറിയൻ സർക്യൂട്ടിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം, എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എല്ലാ എഡ്ജുകളും വന്നിട്ടുണ്ട്. ഞാൻ ഈ സർക്യൂട്ടിൻ്റെ അകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ്, എന്താണ് ഇനിഷ്യലും ടെർമിനലും അല്ലാതെ ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് വി ചൂസ് ചെയ്യുന്നു. അങ്ങനെ ആ വിയുടെ ഇതാണ് വി. അങ്ങനെയാണെങ്കിൽ ആ വിക്കകത്ത് ഔട്ട് ഡിഗ്രി എത്ര, ഇൻ ഡിഗ്രി എത്ര? വിയിലേക്ക് ഒരാൾ വരുന്നു, ഒരാൾ പോകുന്നു. അപ്പോൾ ഔട്ട് ഡിഗ്രി ഓഫ് വി, ഇൻ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് എത്രയാണ്? 1. ഇനി വി ഇതിൻ്റെ അകത്ത് വേറെ എവിടെയെങ്കിലും ഒരു തവണയും കൂടെ വന്നു എന്ന് വിചാരിക്കുക. വി വീണ്ടും ഇവിടെ ഒരു പ്രാവശ്യം കൂടെ വന്നു. അപ്പോഴും വി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഔട്ട് ഡിഗ്രി എത്ര, ഇൻ ഡിഗ്രി എത്ര? അപ്പോഴും 1. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ വി 2 പ്രാവശ്യം വന്നെങ്കിൽ ഔട്ട് ഡിഗ്രി എത്ര, ഇൻ ഡിഗ്രി എത്ര? 2 ഔട്ട് ഡിഗ്രിയും 2 ഇൻ ഡിഗ്രിയും. അങ്ങനെ വി എന്ന് പറയുന്ന സാധനം ഈ സി എന്ന് പറയുന്ന സൈക്കിളിൻ്റെ അകത്ത് കെ ടൈംസ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വിയുടെ ഔട്ട് ഡിഗ്രി എത്രയാ? കെ. വിയുടെ ഇൻ ഡിഗ്രി എത്രയാ? പറഞ്ഞേ കേൾക്കട്ടെ. കെ. അപ്പോൾ ഔട്ട് ഡിഗ്രി കെ ആണ്, അതിൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കെ തന്നെയാണ്. അപ്പോൾ സെയിം ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർബിറ്ററി ആയിട്ട് ഞാൻ ഏതൊരു വെർട്ടെക്സ് എടുത്താലും, അതായത് ഈ സർക്യൂട്ടിൻ്റെ അകത്ത് ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതൊരു ഔട്ട് ഡിഗ്രിയും ഒരു ഇൻ ഡിഗ്രിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ അത് വേറെ ഇപ്പോൾ നിങ്ങൾ പറയാം വേറെ എവിടെയെങ്കിലും കൂടെ വന്നാലും അവിടെയും അതുപോലെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും സെയിം ആണ്. അപ്പോൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും എത്ര കെ ടൈംസ് വന്നു കഴിഞ്ഞാൽ അത് കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഉള്ളിൽ വരുന്ന വെർട്ടെക്സുകളെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമ്മൾ മിച്ചം നോക്കാതെ വിട്ടത് ആരാ? ഈ യു എന്ന് പറയുന്ന വെർട്ടെക്സ്. യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ അവസാനിച്ചു. അപ്പോൾ യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ തുടങ്ങി, അപ്പോൾ അതിൻ്റെ ഔട്ട് ഡിഗ്രി എത്രയാ? ഔട്ട് ഡിഗ്രി എന്ന് പറയുന്ന 1. അതിൻ്റെ അവസാനം ഇപ്പോൾ ഈ യു എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് കറങ്ങി ഒരാൾ അവസാനം വന്നല്ലേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത്, ഔട്ട് ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്ന 1, ഇൻ ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് എന്തായി? 1 ആയി. അപ്പോൾ അത് രണ്ട് സെയിം ആയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം ആലോചിക്കാം, സാറേ ഇത് തുടങ്ങി യു എന്ന് പറയുന്ന സാധനം ഇവിടെ വന്നു, പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ എവിടെയെങ്കിലും യു വന്നാലും ഇത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്ന സാധനം പിന്നെ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും വന്നാലും അവിടെ ഇതുപോലെ തന്നെ യുവിന് ആ യു എന്ന് പറയുന്ന വെർട്ടെക്സ് ഇവിടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെയും ഔട്ട് ഡിഗ്രി 1, ഇൻ ഡിഗ്രി 1. അപ്പോൾ അപ്പോഴും എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. അപ്പോഴും ഇതെന്താണ്? ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായിട്ട് തന്നെ നിൽക്കും? സെയിം ആയിട്ട് തന്നെ നിൽക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ ചുരുക്കി അപ്പോൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഡി എന്ന് പറയുന്നത് ഒരു ഓയിലേറിയൻ ഡയഗ്രാഫാണ് എങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ട്. അങ്ങനെ ഒരു ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആ ഓയിലേറിയൻ സർക്യൂട്ടിലെ ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതിൻ്റെ ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ആയേ പറ്റൂ. നിങ്ങൾക്ക് അപ്പോൾ ഈ പ്രൂഫിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു പിള്ളേരെ. അപ്പോൾ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫ് ഡി ഈസ് ഓയിലേറിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഔട്ട് ഡിഗ്രി ഓഫ്
വി ഈക്വൽ ടു ഇൻ ഡിഗ്രി ഓഫ് വി ഫോർ എവറി വെർട്ടെക്സ് വി ഓഫ് ഡി എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി തിരിച്ച് എന്താണ്, ഒരു നോൺ ട്രിവിയൽ കണക്റ്റഡ് ഡയഗ്രാഫ് ഡി ഉണ്ട്, അതിൻ്റെ ഏതൊരു വെർട്ടെക്സിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും സെയിം ആണ് എങ്കിൽ അതിൻ്റെ ആ ഡയഗ്രാഫ് ഓയിലേറിയൻ ആണ്, അഥവാ ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് അഥവാ കോൺവേഴ്സിലേക്ക് പോവാം. For the converse, let D be a non-trivial connected diagraph for which out degree of V equal to in degree of V for every vertex V of D. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അവർ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു വെച്ചു. ഫോർ എ വെർട്ടെക്സ് യു ഓഫ് ഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അന്ന് ഞാൻ ആ പ്രൂഫ് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 സ്റ്റേജ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. 2 സ്റ്റേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആദ്യം ഒരു ടി എന്ന് പറയുന്ന ട്രയൽ എടുക്കും, യു വി ട്രയലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ യു വി ട്രയലിന് മാക്സിമം ലെങ്ത് ഉള്ള ഒരു യു വി ട്രയലായി എടുക്കുന്നത് ഒരിക്കലും യു വി ആവത്തില്ല, അത് യു ആവും. ആ ട്രയൽ എപ്പോഴും ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് കാര്യം. അതായത് ഒരു മാക്സിമം ലെങ്ത് ഉള്ളൊരു ട്രയൽ അതിൻ്റെ അകത്ത് നിന്ന് എടുത്താൽ ആ ട്രയൽ യു വി ട്രയൽ ആവത്തില്ല, പകരം യു ട്രയലേ ആവത്തുള്ളൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കും. നിങ്ങൾ എന്താണ് സർക്യൂട്ട്, ഇപ്പം സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ട്രയൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ട്രയലിനെയാണ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന്, അതായത് ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിൻ്റെ അകത്തുനിന്ന് മാക്സിമം ലെങ്ത് ഉള്ളൊരു ട്രയൽ ടി എടുക്കും. ആ മാക്സിമം ലെങ്ത് ഉള്ളൊരു ട്രയൽ എടുത്തുവെങ്കിൽ അതൊരിക്കലും യു വി ആവത്തില്ല, യു അതായത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന ട്രയൽ ആയിരിക്കും എന്ന് നമ്മൾ കാണിക്കും. ഇതാണ് ഫസ്റ്റ്. രണ്ടാമത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യു ട്രയലിൻ്റെ അകത്ത് എല്ലാ എഡ്ജുകളും വന്നാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ലേ, അപ്പോൾ അതെന്തായി, ഓയിലേറിയൻ സർക്യൂട്ടായി. അപ്പോൾ രണ്ടാമത്തെ കേസിനകത്ത് എല്ലാ എഡ്ജുകളും വരും, അതിനകത്ത് തന്നെ രണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ എല്ലാ എഡ്ജുകളും വന്നാൽ, അപ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജ് പുറത്ത് പോയാൽ, അപ്പോൾ അതായത് ഈ യു ട്രയൽ എന്താണെന്ന് പറയും, ഓയിലേറിയൻ. അതായത് ഈ യു ട്രയൽ എന്ന് പറയുന്നത്, ആ യു എന്ന് പറയുന്ന സർക്യൂട്ട് എല്ലാ ആർക്കുകളെയും അഥവാ അല്ലെ എല്ലാ എഡ്ജുകളെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കും. അതാണ് ഈ പ്രൂഫിനകത്ത് വരുന്ന, അല്ലെ ഈ ഒരു സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്ന 2 സ്റ്റേജുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നോക്കാം. ഫോർ എ വെർട്ടെക്സ് യു ഓഫ് ഡി ലെറ്റ് യു ടി ബി എ ട്രയൽ ഓഫ് മാക്സിമം ലെങ്ത് വിത്ത് ഇനിഷ്യൽ വെർട്ടെക്സ് യു. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ എലമെന്റ് എന്ന് പറയുന്ന സാധനം. ഈ പ്രൂഫിൻ്റെ അകത്ത് ഇതാണ്. ടി എന്ന് പറയുന്ന ട്രയൽ അത് മാക്സിമം ലെങ്ത് ഉള്ള ട്രയലാണ് എടുത്തത്. യുവിൽ തുടങ്ങുന്ന മാക്സിമം എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയൊരു സാധനം എൻ്റെ അകത്ത് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫോർ എ വെർട്ടെക്സ് യു ഓഫ് ഡി ലെറ്റ് ടി ബി എ ട്രയൽ ഓഫ് മാക്സിമം ലെങ്ത് വിത്ത് ഇനിഷ്യൽ വെർട്ടെക്സ് യു. അതായത് ഏറ്റവും മാക്സിമം ലെങ്ത് ഉള്ള ഒരു ട്രയൽ എടുത്തു. ആ ട്രയൽ അതിൻ്റെ അകത്ത് നിന്ന് യുവിൽ തുടങ്ങുന്ന ഏറ്റവും മാക്സിമം ലെങ്ത് ഉള്ള ഒരു ട്രയൽ എടുത്തു. ആ ട്രയലാണ് യു വി ട്രയൽ എന്ന് ഞാൻ വിചാരിച്ചു. അസ്യൂം ഫസ്റ്റ് ദാറ്റ് യു നോട്ട് ഈക്വൽ ടു വി. യു ഒരിക്കലും വി ആവുന്നില്ല, യുവും വിയും ഡിഫറൻ്റ് ആണെന്ന് ഞാനങ്ങ് വിചാരിച്ചു. യുവും വി ഒരിക്കലും എന്താവുന്നില്ല, സെയിം ആവത്തില്ല. യുവും വിയും സെയിം ആയേ പറ്റൂ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഞാൻ യുവും വിയും സെയിം ആവത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും എനിക്ക് എന്ത് കിട്ടും, കോൺട്രഡിക്ഷൻ കിട്ടും. അങ്ങനെ കിട്ടാൻ പാടില്ലാത്തൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം വിചാരിച്ചു എന്നർത്ഥം. അപ്പം എന്താണ് അതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം, യുവും വിയും ഡിഫറൻ്റ് അല്ല, യുവും വിയും സെയിം ആയിരിക്കും. ഞാൻ ടി എന്ന് പറയുന്നത് മാക്സിമം ലെങ്ത് ഉള്ള ഒരു ട്രയലാണ് എടുത്ത് അത് യുവിൽ തുടങ്ങി വിയിൽ അവസാനിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാക്സിമം ലെങ്ത് ഉള്ള ട്രയൽ, ഓക്കെ, അപ്പം ഞാൻ എടുത്തു യു നോട്ട് ഈക്വൽ ടു വി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ട്രയലിൻ്റെ അകത്ത് വി മൊത്തവും 1 2 3 തവണ വന്നു എന്ന് വിചാരിക്കാം. യു വി ട്രയലിൻ്റെ അകത്ത് ഇത് ഇവിടെയും കൊണ്ട് തുടങ്ങുന്നത് ലാസ്റ്റ് ചെയ്യുന്ന വി ആണ്. ഇങ്ങനെ 3 തവണ വി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട് ഡിഗ്രി എത്രയാണ്? വിയുടെ ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ വിയിൽ പുറത്തേക്ക് പോകുന്നത്, വിയുടെ ഔട്ട് ഡിഗ്രി എത്രയാണ്? ഈ വിയുടെ ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ വിയുടെ പുറത്തേക്ക് 1 2, ഔട്ട് ഡിഗ്രി 2 ആണ്. ഇൻ ഡിഗ്രി എത്ര വരും? 1 വിയിലേക്ക് വരുന്നു, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട് അല്ലേ. ഇനി സപ്പോസ് ഇതിൻ്റെ അകത്ത് 4 പ്രാവശ്യം വി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴും ഔട്ട് ഡിഗ്രി എത്ര വരും? 4 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഔട്ട് ഡിഗ്രി 4 പ്രാവശ്യം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഔട്ട് ഡിഗ്രി എത്ര വരും? 1 2 3. ഇൻ ഡിഗ്രി എത്ര വരും? 1 2 3 4. നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കെ ടൈംസ് ഇതിൻ്റെ അകത്ത് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ കെ ടൈംസ് വി ഇതിൻ്റെ അകത്ത് വന്നു എന്ന് വിചാരിക്കുക. അതായത് വി ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര ടൈംസ് വന്നു എന്ന് വിചാരിക്കുക? കെ ടൈംസ് വന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ ലാസ്റ്റ് വരുന്ന വെർട്ടെക്സ്
സപ്പോസ് ഒരു തവണ വന്നു എന്ന് വിചാരിച്ചോ ആദ്യം, അല്ലെ ഒരു തവണ വന്നു എന്ന് വിചാരിച്ചോ. ഒരു തവണയും വന്നിട്ടുള്ളെങ്കിൽ ഇൻ ഡിഗ്രി എത്രയാണ് 1, ഔട്ട് ഡിഗ്രി എത്രയാണ് 0 അല്ലേ. അപ്പോൾ അതുപോലെ കെ ടൈംസ് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചാലോ, ഈ വി അതായത് ഞാൻ യുവിൽ നിന്ന് വിയിലേക്ക് തുടങ്ങുന്ന ട്രയൽ, ഈ ട്രയലിനകത്ത് വി ഇത്രയും തവണ കെ ടൈംസ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് K-1ഉം ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും, K ആയിരിക്കും. അങ്ങനെ വന്നാൽ ശരിയാകുമോ? നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് എന്താണ്, ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്, ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ വിയിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് പോകുന്ന ഒരാർക്കും കൂടെ കണ്ടേ പറ്റൂ എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അതായത് ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും ഡിഫറൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ എന്താണ്, ഔട്ട് ഡിഗ്രി സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, വിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരാർക്കും കൂടെ അവിടെ വന്നേ പറ്റൂ. അപ്പോൾ സപ്പോസ് അത് ശരി എന്നാൽ ഉണ്ട്, അങ്ങനെ ഒരു ആർക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച ആ ആർക്ക് കൂടെ വരച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ആ ആർക്ക് ചെന്ന് നിൽക്കുന്ന വെർട്ടെക്സിനെ ഞാനൊരു W എന്ന് പേര് കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് പുതിയൊരു ട്രയൽ ഉണ്ടായിക്കൂടെ, യുവിൽ നിന്ന് Wയിലേക്ക്. അപ്പോൾ ആ ട്രയലിൻ്റെ പ്രത്യേകത അതിൻ്റെ ലെങ്ത് ഓഫ് ടി അഥവാ ലെങ്ത് ഓഫ് ടി ഡാഷ് എന്ന് പറയുമ്പോൾ എടുക്കുന്നത് നോക്കിയാൽ ലെങ്ത് ഓഫ് ടിയേക്കാൾ വലുതല്ലേ ലെങ്ത് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നത്, യുവിൽ നിന്ന് Wയിലേക്കുള്ള ട്രയൽ. ഞാനെന്തുവാ നേരത്തെ പറഞ്ഞത്, യുവിൽ നിന്ന് വിയിലേക്കുള്ള ട്രയലാണ് ഏറ്റവും വലുതെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതേ കിടക്കുന്നത് യുവിൽ നിന്ന് വിയിലേക്ക് അല്ല, യുവിൽ നിന്ന് Wയിലേക്കാണ് ഏറ്റവും വലിയ ട്രയൽ എന്ന്. അപ്പോൾ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യം തെറ്റായിട്ട് വിചാരിച്ചു, യുവും വിയും ഡിഫറൻ്റ് ആണെന്ന്. അപ്പോൾ യുവും വിയും ഡിഫറൻ്റ് അല്ല, ഈ സാധനം വി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, യു തന്നെയായിരിക്കും. അതായത് ഏറ്റവും വലിയൊരു ട്രയലിൻ്റെ അകത്ത് നിന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ച് പറ്റൂ. അതായത് നമ്മൾ ഈ ഡയഗ്രാഫിൽ നിന്ന് ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും സെയിം ആവുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ഓയിലേറിയൻ ട്രയലിൻ്റെ അകത്ത് ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി, ഞാനിപ്പോൾ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അടുത്ത പാർട്ട് പ്രൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല 2 പാർട്ടായിട്ടാണ് വരുന്നത്, അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യുന്നിടത്ത് ഈ സാധനം കയറി വരും. എന്താണ്, ഒരു ട്രയലിൻ്റെ മാക്സിമം ലെങ്ത് ഉള്ള ഒരു ട്രയൽ എടുക്കുകയാണ്, ആ ട്രയലിൻ്റെ അകത്ത് പ്രത്യേകത ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും സെയിം ആണെങ്കിൽ ആ ട്രയൽ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ചേ പറ്റൂ. ശ്രദ്ധിക്കുക, തുടങ്ങിയെടുത്ത് തന്നെ വന്ന് അവസാനിച്ചേ പറ്റൂ. ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് യു ഈക്വൽ ടു വി എന്ന് കിട്ടി ടി. അപ്പം ആ ട്രയലല്ല, ട്രയൽ എന്ന് പറയുന്ന സാധനം ക്ലോസ്ഡ് ട്രയലാണെന്നോ അഥവാ സർക്യൂട്ടാണെന്നോ കിട്ടി. ഡി കണ്ടെയ്ൻസ് എ സർക്യൂട്ട്, സി ഈസ് എ സർക്യൂട്ട് ഓഫ്, ആ ടിക്ക് വരെ ഞാനപ്പോൾ എന്താണ് ക്ലോസ്ഡ് ട്രയൽ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ സി എന്നൊരു പേരും കൂടെ കൊടുത്തു. സി ഈസ് എ സർക്യൂട്ട് ഓഫ് മാക്സിമം ലെങ്ത് ഇൻ ഡി. അതായത് അപ്പം സി എന്ന് പറയുന്ന ആ സർക്യൂട്ടാണ് ഡിക്കകത്ത് ഏറ്റവും ലെങ്ത് ഉള്ള സർക്യൂട്ട് എന്ന് കിട്ടി. സി ഈസ് എ സർക്യൂട്ട് ഓഫ് മാക്സിമം ലെങ്ത് ഇൻ ഡി. നിങ്ങൾക്ക് ഇത്രയും വരെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സി എന്ന് പറയുന്ന ആ ട്രയലാണ് ഏറ്റവും ലെങ്ത് ഉള്ള ട്രയൽ. ആ ട്രയലിൻ്റെ അകത്ത് എല്ലാ ആർക്കുകളും, ഡിയിലെ എല്ലാ ആർക്കുകളും ആ സിയിൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എന്തായി, വെറും സർക്യൂട്ട് അല്ല, ഓയിലേറിയൻ സർക്യൂട്ടായിട്ട് മാറും. ആ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഓയിലേറിയൻ സർക്യൂട്ടായിട്ട് മാറും. വി ക്ലെയിം ദാറ്റ് സി കണ്ടെയ്ൻസ് ഓൾ ദ ആർക്സ് ഓഫ് ഡി ആൻഡ് ദാറ്റ് സി ഈസ് ദെയർഫോർ ആൻ ഓയിലേറിയൻ സർക്യൂട്ട്. നമ്മുടെ പ്രൂഫ് അവിടെ തീർന്നു. അങ്ങനെ തീരാൻ നമ്മൾ അനുവദിക്കില്ല. അപ്പം നമുക്ക് പിന്നെ ഒരു സംശയം, എല്ലാ ആർക്കുകളും വന്നില്ലെങ്കിലോ, ഏതെങ്കിലും ഒരു ആർക്ക് പുറത്തു പോയെങ്കിലോ എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ ആ സംശയം കൂടെ നമുക്കങ്ങ് ദൂരീകരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് അടുത്ത അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് സി ഡസ് നോട്ട് കണ്ടെയ്ൻ ആൾ ദ ആർക്സ് ഓഫ് ഡി. സിക്കകത്ത് എന്തില്ല, എല്ലാ ആർക്കുകളും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു. സി ഡസ് നോട്ട് കണ്ടെയ്ൻ ആൾ ദ ആർക്സ് ഓഫ് ഡി. അങ്ങനെയാണെങ്കിൽ ആ ഡയഗ്രാഫിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, സിൻസ് ഡി ഈസ് കണക്റ്റഡ് ദെയർ ഈസ് എ വെർട്ടെക്സ് W ഓൺ സി ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് വിത്ത് ആർക്ക് ദാറ്റ് ഓൺ സി. അതായത് ഈ സി എന്ന് പറയുന്ന സൈക്കിളിൻ്റെ അകത്ത് എന്താണ്, സപ്പോസ് ഈ രണ്ടാമത്തെ നീലവട്ടം നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചു. ഇപ്പം ഇതില്ലാത്തൊരു കാര്യം വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഏകദേശം ഒരു ഒപ്പിക്കൽ വരെയാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഈ സി എന്ന് പറയുന്ന കാര്യം ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് ചില ആർക്കുകൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത, ഈ സർക്യൂട്ടിൽ ഇല്ലാത്ത ചില ആർക്കുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ ഒരു ആർക്കാണ് ഇതിവിടെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ എന്തിനാ ഈ വട്ടം വരച്ചിരിക്കുന്ന, ആർക്കല്ലേ ഉള്ളൂ, അപ്പോൾ 2 ആർക്ക് വരച്ചാൽ എന്താ പ്രശ്നം? ശരി, സമ്മതിച്ചു, 2 ആർക്കേ ഉള്ളൂ. പക്ഷേ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇതിങ്ങനെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ 2 എണ്ണേ ഉള്ളതെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും ആ വരുന്ന ആർക്കിന് ഈ പറഞ്ഞിരിക്കുന്ന സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ആയിട്ട് കണക്ഷൻ ഉണ്ടായേ പറ്റൂ. കാരണം എന്താ, എല്ലാം കണക്റ്റഡ് ആണ്. ഡി ഈസ് എ കണക്റ്റഡ് ഡയഗ്രാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊരു ആർക്ക് ഉണ്ടെങ്കിൽ ആ ആർക്കിന് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരാളായിട്ട് കണക്ഷൻ വരും. ആ കണക്ഷൻ ഞാൻ W എന്ന് എടുത്തു. അപ്പോൾ ഓക്കെ, ഞാൻ ഡി ഡാഷ് എന്ന് പറയുന്ന പുതിയൊരു ഡയഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ആ ഡി ഡാഷിനകത്ത് എന്ന് പറയുന്ന ഡിയിൽ നിന്നും, അതായത് ഈ ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നു,
ഈ സൈക്കിളിൻ്റെ എഡ്ജുകളാണ് റിമൂവ് ചെയ്യുന്നത്. എന്താണ് റിമൂവ് ചെയ്യുന്നത്? എഡ്ജുകളാണ് റിമൂവ് ചെയ്യുന്നത്. അതായത് വർട്ടക്സുകളല്ല റിമൂവ് ചെയ്യുന്നത്, എഡ്ജസ് ഓഫ് സി. അപ്പോൾ മിച്ചം വരുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുറേ വർട്ടക്സ് ഇങ്ങനെ അവിടെ ആയിട്ട് കൂടി കിടക്കും. ഇവിടുന്ന് ആ പർട്ടിക്കുലർ W ഒരു പോർഷൻ മാത്രം ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അതിങ്ങനെ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഇതിങ്ങനെ രണ്ട് ആർക്കുകൾ മാത്രമായിട്ടും വരാം. ഇങ്ങനെ കുറേ, അതായത് കുറേ കുത്തു പോർഷൻസും ഒരു പോർഷൻസും മാത്രം കണക്റ്റഡ് ആയിട്ടും കിടക്കും. ഇനി പറയുന്ന കാര്യമാണ് എൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡിയുടെ ഔട്ട് ഡിഗ്രിയും ഡിയിലെ ഏതൊരു വർട്ടക്സ് എടുത്താലും അതിൻ്റെ ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും സെയിം ആണ്. സിയിലെ ഏതൊരു വർട്ടക്സ് എടുത്താലും അതിൻ്റെ ഔട്ട് ഡിഗ്രിയും ഇൻ ഡിഗ്രിയും സെയിം ആണ്. അതുകൊണ്ട് ഡിയിൽ നിന്നും എഡ്ജസ് ഓഫ് സി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മിച്ചം കിടക്കുന്നതിൻ്റെ അകത്ത് വരുന്ന ഓരോ വർട്ടക്സുകളുടെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായേ പറ്റൂ? സെയിം ആയേ പറ്റൂ. അതായത് ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിൻ്റെ അകത്ത് ഓരോ വർട്ടക്സുകളുടെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും സെയിം ആണ്. ഇവിടെ താഴ്ത്തുന്നത് ഇവിടെ ഡി ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ നമുക്ക്. അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ വർട്ടക്സുകളുടെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ വർട്ടക്സ് എടുത്തു വി, അതിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്. ആ സാധനം എന്താണ് ഇതിൻ്റെ അകത്തും വരും. അപ്പോൾ അതിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡി ഡാഷിനകത്തും അതിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായേ പറ്റൂ? സെയിം ആയിട്ട് നിന്നേ പറ്റൂ. അപ്പോൾ ഡി ഡാഷ് എന്ന് പറയുന്ന മിച്ചം കിടക്കുന്നതിൻ്റെ അകത്ത് ഔട്ട് ഡിഗ്രിയും ഓരോ വർട്ടക്സുകളുടെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എവറി വർട്ടക്സ് ഡി ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ മിച്ചം കിടക്കുന്ന പോർഷൻ്റെ അകത്ത് വരുന്ന എല്ലാ വർട്ടക്സുകളുടെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായേ പറ്റൂ? ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് പിള്ളേരെ. നിങ്ങളിത് ശ്രദ്ധിക്കണേ. ഈ ഒരു സാധനത്തിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൂഫ് അങ്ങോട്ട് ബാക്കി പോകുന്ന വ്യക്തിന്നാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഡി കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കുറച്ച് ആർക്ക് പുറത്തുണ്ടെന്ന് വിചാരിച്ചു. പുറത്തുള്ള ആർക്ക് പോകുന്ന വിധത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വർട്ടക്സിൽ നിന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചു വെച്ചു. ഞാൻ അത് കുഴപ്പമില്ല. എന്നിട്ട് ഡി ഡാഷ് എന്ന് പറയുന്നത് ഞാൻ പുതിയൊരു ഡയഗ്രാഫ് ഉണ്ടാക്കി. അങ്ങനെ ഡിയിൽ നിന്ന് ഈ സിയുടെ എല്ലാ എഡ്ജുകളും റിമൂവ് ചെയ്തു. എന്നിട്ട് പറയുകയാണ് ഡിയിലെ ഡയഗ്രാഫിൽ ഏതൊരു വർട്ടക്സിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്, സിയിലെ ഏതൊരു വർട്ടക്സിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡി ഡാഷിൻ്റെ ഏതൊരെണ്ണത്തിൻ്റെ ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇപ്പം എന്ത് കിട്ടി? ഡി ഡാഷിനകത്ത് കുറേ ഡിസ്കണക്റ്റഡ് പോർഷനും ഒരു കണക്റ്റഡ് പോർഷനും ഉണ്ടാവും. ഞാൻ ആ കണക്റ്റഡ് പോർഷൻ മാത്രം എടുക്കുന്നു. ആ കണക്റ്റഡ് പോർഷനകത്ത് എന്താണ്? ഔട്ട് ഡിഗ്രി ഓഫ് ഡി ഡാഷ് ഇതെന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കണക്റ്റഡ് പോർഷനകത്ത് ഏതെടുത്താലും ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണ്. ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രിയും. അപ്പോൾ അതിൻ്റെ അകത്ത് മാക്സിമം ലെങ്ത് ഉള്ള ഒരു ട്രയൽ കൺസിഡർ ചെയ്യും. അത് ഡബ്ല്യുവിൽ നിന്ന് ഇവിടെ ടി ഡാഷ് ബി എ നമ്മുടെ എഴുതിയിട്ടുണ്ട്. അതായത് ടി ഡാഷ് എന്ന് പറയുന്നത് ഡബ്ല്യു എന്ന് തുടങ്ങുന്ന ഒരെണ്ണം കൺസിഡർ ചെയ്യും. അപ്പോൾ അത് ഡബ്ല്യുവിൽ തുടങ്ങി എവിടെ തന്നെ വന്ന് അവസാനിച്ചേ പറ്റൂ? ഡബ്ല്യുവിൽ. കാരണം എന്താ? ഒരു ഡയഗ്രാഫിൻ്റെ അകത്ത് ഔട്ട് ഡിഗ്രി ഇൻ ഡിഗ്രി സെയിം ആണെങ്കിൽ മാക്സിമം ലെങ്ത് ഉള്ള സാധനം എന്ന് പറയുന്നത് ഡബ്ല്യു അല്ലെ അത് ക്ലോസ്ഡ് ആയിരിക്കും. ഞാൻ നേരത്തെ ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഡബ്ല്യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് വരും. അപ്പോൾ ആ കിട്ടുന്ന ടി ഡാഷ് ഞാൻ എന്ത് വിളിച്ചു? സി ഡാഷ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ പടം മാത്രം മതി നിങ്ങൾക്ക് ഈ പ്രൂഫ് കംപ്ലീറ്റ് ആക്കാൻ. ഇത് സി, ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സാധനം സി ഡാഷ്. ഞാൻ ഇത് യുവിൽ തുടങ്ങി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡബ്ല്യു പോയി, ഇവിടെ നിന്ന് ഡബ്ല്യുവിൽ ഇങ്ങനെ കയറി ഇവിടെ വന്ന് ഇന്നേം തിരിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് പുതിയൊരു സർക്യൂട്ട് കിട്ടി. ആ സർക്യൂട്ട് സി ഡബിൾ ഡാഷ് എന്ന് വിളിച്ചു. അതായത് സി ഡാഷ് യൂണിയൻ സി, ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു സർക്യൂട്ടാണ് സി ഡബിൾ ഡാഷ്. അത് എന്താണ്? സി എന്ന് പറയുന്ന സർക്യൂട്ടിനേക്കാൾ വലിയ ലെങ്ത് ഉള്ളതല്ലേ? നമ്മൾ എന്തോ അസ്യൂം ചെയ്ത് വെച്ചത്? സി ഈസ് എ സർക്യൂട്ട് ഓഫ് മാക്സിമം ലെങ്ത് എന്നാണ് പറഞ്ഞത്. സി ഈസ് എ സർക്യൂട്ട് ഓഫ് മാക്സിമം ലെങ്ത് ഇൻ ഡി എന്നാണ് പറഞ്ഞത്. അത് കോൺട്രഡിക്ഷൻ അല്ലേ? അങ്ങനെ കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ വിചാരിക്കാൻ പാടില്ലാത്ത വിചാരിച്ചത്? അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ് സി ഡസ് നോട്ട് കണ്ടെയ്ൻ ഓൾ ദ ആർക്സ് ഓഫ് ഡി. അപ്പോൾ സിക്കകത്ത് എല്ലാ ആർക്കും ഇല്ലയെന്ന് വിചാരിച്ചു. അയ്യോ, അപ്പോൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ സിക്കകത്ത് എന്ത് വന്നേ പറ്റൂ? എല്ലാ ആർക്കുകളും വന്നേ പറ്റൂ. അപ്പോൾ അതെന്തായി? ഓയിലറിയൻ സർക്യൂട്ടായി. നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓക്കെ, അടുത്ത തിയറം നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. ഓക്കെ, താങ്ക് യു.